30 വർഷം മുൻപത്തെ ഒരു പൊങ്കൽ. ഒന്നും രണ്ടുമല്ല, 9 സിനിമകളാണ് അന്ന് 1996 ഫെസ്റ്റിവൽ റിലീസായി കോളിവുഡിൽ പുറത്തിറങ്ങിയത്. വിജയ്കാന്ത്, പ്രഭുദേവ, പ്രഭു, കാർത്തിക് തുടങ്ങിയവരെല്ലാം നായകരായ സിനിമകൾ അക്കൂട്ടത്തിലുണ്ട്. തിയേറ്ററുകളിലെത്തിയ മിക്ക ചിത്രങ്ങളും അത്യാവശ്യം തരക്കേടില്ലാതെ ഓടി. അതിൽ കാർത്തിക് സുന്ദർ സി ചിത്രം ഉള്ളത്തെ അള്ളിത്ത പൊങ്കൽ വിന്നറായി. പക്ഷേ ഇത്രയധികം സിനിമകൾ എത്തിയതോ കാർത്തിക് ഹിറ്റടിച്ചതോ ആയിരുന്നില്ല തമിഴകത്തെ അന്നേരത്തെ ചർച്ച. 2 യുവ നായകന്മാരുടെ സിനിമകൾ പൊങ്കലിനെത്തി ബോക്സ് ഓഫീസ് സക്സസ് ആയി മാറിയതായിരുന്നു. കൊമേഴ്ഷ്യൽ വിജയം കൊയ്യാനാകുന്ന ബാങ്കബിൾ സ്റ്റാർസായി ഇരുവരെയും ആ പൊങ്കലിന് ശേഷം വിലയിരുത്താൻ ആരംഭിച്ചു. പിന്നാലെ വന്ന സിനിമകളിലൂടെ രജനി കമൽ ആരാധക പോരിന് ശേഷം മറ്റൊരു റൈവൽറി കൂടെ തമിഴ് സിനിമയിൽ രൂപം കൊണ്ടു. വർഷങ്ങൾ ഓരോന്ന് പിന്നിട്ടപ്പോഴും ആ റൈവൽറിയുടെ വീറും വാശിയും കൂടി വന്നു. പൊങ്കലിന് ഇവർക്ക് വട്ടം വയ്ക്കാനോ എതിർത്ത് നിൽക്കാനോ പോലും സിനിമകൾ വരാതെയായി. 30 വർഷത്തിനിപ്പുറവും തുടരുന്ന പീക്ക് സ്റ്റാർഡം, കോളിവുഡിന്റെ സ്വന്തം തലയും ദളപതിയും. 96 ശേഷം പലതവണ ഇരുവരുടെയും സിനിമകൾ ക്ലാഷ് റിലീസായി എത്തി. രണ്ടുപേരും മാറി മാറി വിജയം ആഘോഷിച്ചു. ഈ ജനുവരി 23-ന് അത്തരമൊരു ക്ലാഷ് റിലീസ് പ്രതീക്ഷിച്ച് കാത്തിരിപ്പിലായിരുന്നു ആരാധകർ. വിജയുടെ തെരിയും അജിത്തിന്റെ മങ്കാത്തയും. അജിത്തിന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ കൾട്ട് ഫാൻ ബേസ് ഉള്ള മങ്കാത്ത ജനുവരി 23-ന് പുറത്തിറങ്ങും. എന്നാൽ കൂടെ എത്തേണ്ടിയിരുന്ന വിജയ് ചിത്രം തെരിയുടെ റിലീസ് വീണ്ടും മാറ്റിവെച്ചിരിക്കുകയാണ്. ജനനായകൻ പുറത്തിറങ്ങാതായതോടെ ആരാധകർക്ക് ആവേശം പകർന്ന വാർത്തയായിരുന്നു തെരിയുടെ റീ റിലീസ്. വിജയ് അറ്റ്ലി കൂട്ടുകെട്ടിലെത്തിയ ആദ്യ ചിത്രമായ തെരി വൻ വിജയം നേടിയ സിനിമയായിരുന്നു. ജനുവരി 15-ന് ചിത്രം എത്തുമെന്നായിരുന്നു നിർമ്മാതാവ് കലൈപുലി എസ് താനു ആദ്യം അറിയിച്ചത്. എന്നാൽ ജനനായകൻ ഇല്ലാത്തതിനാൽ ആ ഗ്യാപ്പിൽ സിനിമകൾ റിലീസ് ഉറപ്പിച്ചു. ഇവരുടെ അഭ്യർത്ഥന പ്രകാരം ജനുവരി 15-ന് എത്തേണ്ടിയിരുന്ന ചിത്രം 23-ലേക്ക് മാറ്റി. ഇതോടെയാണ് 3 വർഷത്തിനിപ്പുറം വിജയ് അജിത് ക്ലാഷിന് കളമൊരുങ്ങിയത്. അതും 2 സൂപ്പർ ഹിറ്റ് സിനിമകൾ. പക്ഷേ ആ ചാൻസ് ഇതാ വീണ്ടും ഇല്ലാതായിരിക്കുന്നു. പുതിയ സിനിമകൾക്ക് വേണ്ടി റീ റിലീസ് മാറ്റിവെക്കുന്നുവെന്ന് നിർമ്മാതാവ് എക്സിൽ കുറിച്ചു. ക്ലാഷ് റിലീസ് ഇല്ലെങ്കിലും അജിത് ചിത്രം എന്തായാലും 23-ന് തന്നെ പുറത്തിറങ്ങുന്നുണ്ട്. കഴിഞ്ഞ 30 വർഷത്തിൽ ക്ലാഷ് റിലീസായെത്തിയ അജിത് വിജയ് ചിത്രങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു? 96-ൽ ആദ്യമായി ക്ലാഷിനെത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ തിയേറ്റർ റണ്ണും കളക്ഷനും കിട്ടിയത് അജിത്തിന്റെ വാൻമതിക്കായിരുന്നു. വിജയ് ചിത്രം കോയമ്പത്തൂർ മാപ്പിളെ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നെങ്കിലും വാൻമതിയുടെ കളക്ഷനെ ബീറ്റ് ചെയ്തില്ല. അതേ വർഷം ഫെബ്രുവരിയിൽ വീണ്ടും ഇരുവരും ക്ലാഷിനെത്തി. അന്ന് കണ്ടത് വിജയുടെ പ്യുവർ ഡോമിനേഷൻ ആയിരുന്നു. പൂവെ ഉനക്കാക 250 ദിവസത്തിലധികം ഓടി ചരിത്രം കുറിച്ചപ്പോൾ അജിത്തിന്റെ കല്ലൂരി വാസൽ ബോക്സ് ഓഫീസിൽ തകർന്നു വീണു. 1997-ൽ വീണ്ടും ഒരു പൊങ്കൽ ക്ലാഷ്. അജിത്തിന്റെ നേസം വിജയുടെ കാലമെല്ലാം കാത്തിരിപ്പതിന് മുൻപിൽ മുട്ടുമടക്കി. അതേ വർഷം വീണ്ടും ക്ലാഷിനെത്തിയപ്പോഴും വിജയം വിജയ്ക്കൊപ്പമായിരുന്നു. കാതൽക്ക് മര്യാദയ്ക്ക് മുൻപിൽ അജിത്തിന് പിടിച്ചു നിൽക്കാനായില്ല. അനിയത്തി പ്രാവിന്റെ റീമേക്കായ ചിത്രം 175 ദിവസത്തിലധികം തിയേറ്ററുകളിലോടി. 99-ൽ വീണ്ടും എത്തിയപ്പോൾ രണ്ടുപേരും വിജയം കൊയ്തു. അജിത്തിന്റെ ഉന്നയി തേടി കുറെ പരാജയങ്ങൾക്ക് ശേഷമുള്ള വിജയ ചിത്രമായി മാറി. തുള്ളാതെ മനവും തുള്ളും കേരളത്തിലടക്കം വിജയുടെ ഫാൻ ബേസ് വർദ്ധിപ്പിച്ചു. വിജയ് ചിത്രമാണ് കൂടുതൽ നാൾ തിയേറ്ററുകളിൽ ഓടിയത്. 2000-ൽ എത്തിയപ്പോഴും ജയം വിജയ്ക്കൊപ്പമായിരുന്നു. ഖുഷി വിജയുടെ കരിയറിലെ തന്നെ ബെസ്റ്റ് സിനിമകളിൽ ഒന്നായി. എന്നാൽ കൂടെ എത്തിയ ഉന്നയിക്കോട് എന്നെ തരുവൻ ഫ്ലോപ്പായി. 2001-ലെ പൊങ്കൽ മാറ്റത്തിൻ്റെതായിരുന്നു. ചോക്ലേറ്റ് ഹീറോയിൽ നിന്ന് ആക്ഷൻ ഹീറോയിലേക്ക് തലയിലേക്ക് അജിത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ കണ്ട വർഷം. മുരുകദോസിന്റെ ദീന സൂപ്പർ ഹിറ്റായി. അക്കൊല്ലം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തമിഴ് ചിത്രം കൂടിയായി അത്. കൂടെ എത്തിയ വിജയ് സൂര്യ ചിത്രം ഫ്രണ്ട്സ് സൂപ്പർ ഹിറ്റ് ആയെങ്കിലും ദീന വേവിനെ മറികടക്കാനായില്ല. അടുത്ത വർഷവും അജിത് ആ കുതിപ്പ് തുടർന്നു. ദീപാവലിക്ക് ഭഗവതി അജിത്തിന്റെ വില്ലൻ പരാജയപ്പെടുത്തി. എന്നാൽ 2003 ദീപാവലി വിജയുടേതായി. തിരുമലൈ ഹിറ്റായപ്പോൾ ആഞ്ജനേയ പരാജയപ്പെട്ടു. 2006-ൽ വീണ്ടും എത്തിയപ്പോൾ വിജയുടെ ആദി ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞപ്പോൾ അജിത്തിന്റെ പരമശിവൻ സാമാന്യം ഭേദപ്പെട്ട പ്രകടനം നടത്തി. 2007-ലെ പൊങ്കൽ വിജയുടേത് മാത്രമായിരുന്നു. പോക്കിരി പൊങ്കൽ. പോക്കിരിയോട് മുട്ടി നിൽക്കാൻ പോലും അജിത്തിന്റെ ആൽവാറിനായില്ല. 70 കോടിക്ക് മുകളിൽ നേടി പോക്കിരി വിജയുടെ സ്റ്റാർഡത്തെ ഒന്നുകൂടെ ഉറപ്പിച്ചു. പിന്നീട് 7 വർഷത്തിന് ശേഷമാണ് ഇരുവരും ക്ലാഷിനെത്തിയത്. 2014-ൽ ജില്ലയും വീരമും. ജില്ല 90 കോടിക്ക് മുകളിൽ നേടിയപ്പോൾ വീരം 77 കോടിയോളം മാത്രമാണ് ബോക്സ് ഓഫീസിൽ നേടിയത്. തലയും ദളപതിയും അവസാനമായി ക്ലാഷിനെത്തിയത് 2023-ലാണ്, 9 വർഷത്തെ ഗ്യാപ്പിന് ശേഷം. അന്ന് തുനിവ് 200 കോടിക്ക് അടുത്ത് നേടി ഓട്ടം നിർത്തിയപ്പോൾ വാരിസ് 300 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി. വിജയ് സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു. അജിത്ത് സിനിമകളുടെ എണ്ണം കുറയ്ക്കുകയും റേസിംഗിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യുന്നു. തല ദളപതി യുഗം അതിൻ്റെ അവസാന ലാപ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനിയൊരു പക്ഷേ ഒരിക്കലും നമുക്ക് ആ സുവർണ്ണ കാലഘട്ടത്തിലേതുപോലെ ക്ലാഷ് റിലീസുകൾ ആസ്വദിക്കാനായേക്കില്ല. ഇപ്പോഴുണ്ടായിരുന്ന റീ റിലീസ് പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുന്നു. എന്നാൽ വരും കാലങ്ങളിൽ വേറെ സിനിമകൾ ക്ലാഷ് റീ റിലീസായി എത്തുമെന്ന് പ്രതീക്ഷിക്കാം. തലയെയും ദളപതിയെയും ഒരേ നാളിൽ കൊണ്ടാടാൻ അവസരമുണ്ടാക്കാൻ കാത്തിരിക്കാം.